told your friend you're not okay? And tell me what's wrong and why you never said you felt that way. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ തുടങ്ങുന്നത് കുതിരവണ്ടിയൊക്കെ കാണിച്ചുകൊണ്ടാണ്. മൈസൂരിലെ ഒരു പ്രത്യേകതരം കുതിരവണ്ടി, നല്ല കളർഫുള്ളും നല്ല പാട്ടൊക്കെ വെച്ചുള്ള കുതിരവണ്ടി ആണ് ഇപ്പോൾ നമുക്കിവിടെ കാണുന്നത്. നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈസൂർ പാലസിൽ നിന്ന് പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 150 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മൈസൂർ സിറ്റി മൊത്തം കാണാം. ഒരു 40 മിനിറ്റ് യാത്രയാണ് നമുക്ക് ഈ ബസ്സിൽ കിട്ടുന്നത്. അപ്പോൾ ഈ ബസ്സിലാണ് നമ്മൾ ഇനി യാത്ര ചെയ്യാൻ പോകുന്നത്. ഒരു 150 രൂപയുള്ളൂ ഒരാൾക്ക്. അപ്പോൾ നമുക്ക് മുകളിൽ ഇരുന്നിട്ട് യാത്ര ചെയ്യാം, മൈസൂർ സിറ്റി ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഈ ബസ്സിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ മുകളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം സീറ്റുകളൊക്കെ ഫില്ലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇരുന്ന് കഴിഞ്ഞ് നല്ല രീതിയിൽ തിരക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് സീറ്റ് പിടിക്കാമെന്ന് പറഞ്ഞിരുന്നു. അതേ നമ്മൾ നേരത്തെ കാണിച്ച കുതിരവണ്ടിയൊക്കെ ഈ സൈഡിലുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുമുണ്ട്. അപ്പോൾ കയറുന്ന വഴി ഇതാണ്. അപ്പോൾ ഇതിൽ സീറ്റും കപ്പാസിറ്റി ഫുള്ളായാലേ വാഹനം ഇവിടെ നിന്ന് എടുക്കുള്ളൂ. അപ്പോൾ പുറത്തെ കാഴ്ച തന്നെ നേരത്തെ കാണിച്ച കുതിരവണ്ടിയിൽ ആൾക്കാർ സവാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പാട്ടുകളൊക്കെ അതിൽ നല്ല രസമുണ്ട്. ഹിന്ദി സോങ്സൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർ അതിനും ബാർഗൈനൊക്കെ ചെയ്ത് കയറി പോകുന്നുണ്ട്. അപ്പോൾ കുതിരവണ്ടിയിൽ യാത്ര നമുക്കൊരു പ്രത്യേക ഫീലാണ്. അപ്പോൾ ബസ്സിൻ്റെ പുറത്ത് ഡബിൾ ഡെക്കർ ബസ്സാണ്. അപ്പോൾ നമ്മൾ ഇരിക്കുന്നത് മുകളിലാണ്. അപ്പോൾ ആൾക്കാർ അത്യാവശ്യം കയറി കഴിഞ്ഞാൽ ബസ് എടുക്കുന്നതൊക്കെയാണ് അറിഞ്ഞത്. ഇതെവിടെ നോക്കുമ്പോൾ നല്ല രീതിയിൽ പാലസിൻ്റെ പുറത്തു നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ പാലസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പുറത്തൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ തിരക്കായി നമുക്ക് ബസ്സിപ്പോൾ എടുക്കുന്നത് നമ്മൾ വിചാരിക്കുന്നു. അപ്പോൾ അതേ കുതിരവണ്ടിയിൽ നമ്മൾ നേരത്തെ കണ്ട കുതിരവണ്ടിയാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. റോഡൊക്കെ ബ്ലോക്ക് ആക്കിയിട്ടാണ് അവർ യാത്രയൊക്കെ ചെയ്യുന്നത്. കാണാൻ തന്നെ പ്രത്യേക ഫീലുണ്ട്. ഒരു ഹിന്ദി സോങ്ങൊക്കെ വയ്ക്കുമ്പോൾ നല്ല രസമുണ്ട്. ഒത്തിരി കുതിരവണ്ടികളുണ്ട്. അപ്പോൾ തയ്യാറായി നിൽക്കുന്ന വണ്ടികളൊക്കെയാണ് ലൈറ്റൊക്കെ ഇട്ട് പോകുന്നത്. ഇത് ചെറിയ കുതിരവണ്ടികളുണ്ട്. അപ്പോൾ ഒരുപാട് തരം വ്യത്യസ്തമായ കുതിരവണ്ടികൾ തന്നെ ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ബസ് ഫില്ലായിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഫില്ലായി. ബസ് പതുക്കെ മുന്നോട്ടെടുക്കണം. അപ്പോൾ മുന്നോട്ടെടുക്കുമ്പോൾ ആൾക്കാരൊക്കെ എണീറ്റ് നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പാലസിൻ്റെ പുറത്തിറങ്ങിയിട്ട് ഇനിയിപ്പോൾ രാത്രി എന്താ ചെയ്യുക? 8 മണിയായി. ഇനിയിപ്പോൾ നമ്മൾ നേരെ റൂമിലോട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ബസ്സിന് കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചത്. അപ്പോൾ 150 രൂപയ്ക്ക് മൈസൂർ സിറ്റി മുഴുവൻ കറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അപ്പോൾ 150 രൂപയ്ക്ക് ഇപ്പോൾ എന്ത് കിട്ടും എന്നൊക്കെ ചിലവർ ചിന്തിക്കും. ഇപ്പോൾ 150 രൂപയ്ക്ക് ഇതിന് ഫോണിലിരുന്ന് യാത്ര ചെയ്തിട്ട് എന്ത് കിട്ടുക, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ നമുക്കൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കയറി നോക്കുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ബസ്സിൽ. നല്ല രീതിയിൽ തിരക്കുമുണ്ട്. അപ്പോൾ അവരൊക്കെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഓരോരുത്തർ എണീറ്റ് നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നുണ്ട്, സെൽഫി എടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മൈസൂർ പാലസിൻ്റെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പോകുന്നത് മൈസൂർ പാലസിൻ്റെ ഫ്രണ്ട് കൂടെ തന്നെയാണ്. അപ്പോൾ മെയിൻ വ്യൂസൊക്കെ നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് കാണാൻ സാധിക്കും. ഇത് ഇവിടെ കുറച്ച് ഒരു 2 മിനിറ്റ് ഇവിടെ നിർത്തുന്നുണ്ട്. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കുന്നവർക്ക് എടുക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗൈഡ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. പൈസ നമ്മൾ കയറുമ്പോൾ തന്നെ അവർ മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ ആരും വരാനില്ല. സീറ്റ് ഫില്ലായി കഴിഞ്ഞാൽ വണ്ടി എടുക്കുന്നതാണ്. ഈ ബസ് സർവീസ് വന്നിട്ട് രാത്രി മാത്രമല്ല രാവിലെയും സർവീസ് നടത്തുന്നുണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ രാവിലെ ആകുമ്പോൾ നല്ല വെയിലുണ്ടാവും. നമുക്ക് ഇതവിടെ കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഒത്തിരി പേര് വളരെ ആകാംക്ഷയോടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ പുറകിൽ നമുക്ക് 3 നേപ്പാളീസ് ഉണ്ട്. അവർ ഭയങ്കര കമ്പനിയായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് അവിടെ ആൾക്കാരോട്. അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാർ ഇവിടുന്ന് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കും കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ ഈ ബസ്സിൽ. ഇപ്പോൾ മൈസൂർ സിറ്റിൻ്റെ മെയിൻ ഭാഗങ്ങളിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൈസൂർ പാലസിൻ്റെ ഞങ്ങൾ ഈ വഴിക്ക് നമ്മൾ നടന്നു വന്ന വഴികളാണ്. അപ്പോൾ നേരത്തെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഈ വഴി കൂടിയൊക്കെ നടന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടുത്ത് കൂടിയൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. നടക്കുമ്പോൾ നമുക്ക് നടക്കാനുള്ള വേലിൽ കൂടി മാത്രമേ പോകാൻ പറ്റില്ല. ഇപ്പോൾ ബസ്സിൽ വരുമ്പോൾ ഇതൊക്കെ അടുത്ത് കാണാനുള്ളൊരു സൗകര്യം കൂടിയുണ്ട്. അപ്പോൾ നമ്മളെ യാത്രയിൽ അങ്ങനെ ദേവരാജ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ദേവരാജ മാർക്കറ്റ് പറഞ്ഞാൽ മൈസൂർ വരുന്നവർക്ക് അതൊരു വളരെ ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റ് കൂടിയാണ്. പഴയ കാലങ്ങളിൽ അങ്ങനെ നിലനിർത്തിയിട്ട് മാർക്കറ്റ് അതേ രീതിയിൽ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത്. അപ്പം മൈസൂർ വരുന്നവർ തീർച്ചയായും വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം കൂടിയാണ് ദേവരാജ മാർക്കറ്റ്. ഇതൊരു ക്ലോക്ക് ടവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ക്ലോക്ക് ടവർ റൗണ്ട് അടിച്ചിട്ട് വീണ്ടും വന്ന വഴിയിൽ കൂടിയാണ് വീണ്ടും യാത്ര. നമ്മൾ ആ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ റോഡ് സൈഡിലൂടെ പോകുന്ന കാഴ്ചയാണ്. അപ്പോൾ റോഡ് സൈഡിൽ അതുപോലെ ഷർട്ട്, ഡ്രസ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആ സൈഡ് കൂടിയുള്ള കാഴ്ചയും ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. അതും വളരെ മനോഹരമായിട്ട് തന്നെയാണ് കാഴ്ചകൾ. അപ്പോൾ റോഡ് സൈഡിലുള്ള
രാത്രികാല കച്ചവടങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇത് നേപ്പാളീസ് പറഞ്ഞു അവർ വഴിയിൽ കൂടെ പോകുന്നവരിനെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് തോന്നുന്നത്. അവരും നന്നായി ആസ്വദിച്ച് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത്, നമ്മളിവിടെ വന്നിട്ട് ഇതൊക്കെ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല നഷ്ടമായിരിക്കും. ജസ്റ്റ് 150 രൂപയുള്ളൂ. അപ്പോൾ നമുക്കൊരു ഓട്ടോറിക്ഷ ഒക്കെ എടുത്താലും മൈസൂർ സിറ്റി ഇതുപോലെ വിശദമായിട്ട് കാണാൻ സാധിക്കും എനിക്ക് ഒരിക്കലും വിചാരിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇത് തീർച്ചയായും റെക്കമെൻഡ് ചെയ്യും. ഇപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ആയിട്ടുണ്ട് മൈസൂർ സിറ്റിയിൽ. അപ്പോൾ ഒരു ക്ലീൻ സിറ്റിയാണ്. നമ്മൾ എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് റോഡ് കാണുമ്പോൾ തന്നെ അറിയാം മൈസൂർ സിറ്റി വളരെ ക്ലീനാണ്. അപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ച വളരെ അപൂർവമായിട്ടുള്ള കാണാൻ കഴിയുന്ന കാഴ്ച തന്നെ. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്ലേസസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മൈസൂർ PVR തിയേറ്റർ ഫിലിം തിയേറ്ററാണ്. അപ്പോൾ അതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിലുള്ള തിയേറ്റർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബസ്സിൽ വന്നാൽ കാണാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷയിലോ അതുപോലെ കുതിരവണ്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അതൊരു വേറെ തരം ഒരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബസ്സിൽ കയറുക. ജസ്റ്റ് 150 രൂപയിലുള്ളൂ. നമുക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് വലിയ പരിചയമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു 40 മിനിറ്റ് യാത്രയുള്ളത് നമ്മൾ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആക്കിയിട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 40 മിനിറ്റ് നമുക്ക് ഏത് സ്ഥലം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് നിങ്ങൾ മുന്നിൽ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ 40 മിനിറ്റ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടാണ് ഇത്രയും ഷോർട്ട് വീഡിയോ ആക്കി ചെയ്തത്. അപ്പോൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുള്ളൂ. നമുക്കിപ്പോൾ സ്ഥലങ്ങളും യാത്ര ചെയ്തുകൊണ്ട് തന്നെ വായിക്കാനും അധികം പറ്റുന്നില്ല. ലൈറ്റ് ചില സ്ഥലങ്ങളിലൊന്നും ലൈറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഷോപ്പൊക്കെ അടച്ചു പോകുന്നുണ്ട്. ചില ഷോപ്പുകളൊക്കെ തുറന്നിട്ടുണ്ട്. അപ്പോൾ ഈ തുറന്ന ഏരിയ നമുക്ക് അറിയുന്ന ഏരിയകൾ മാത്രം നമ്മൾ ഇതിൽ വീഡിയോയിൽ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ ഒരുപാട് കാഴ്ചകളുണ്ട്. 40 മിനിറ്റോളം യാത്രയുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് ചുരുക്കിയിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വീണ്ടും നമ്മൾ ദേവരാജ മാർക്കറ്റിൻ്റെ സൈഡിലൂടെയാണ് വീണ്ടും പോകുന്നത്. അത് പഴയ കാലത്തെ മാർക്കറ്റാണ്. അതിനകത്ത് പൂവുണ്ട്, ഫ്രൂട്ട്സ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളും ഫേമസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് കൂടി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മൈസൂർ വരുന്നവർ തീർച്ചയായിട്ടും ഈ മാർക്കറ്റ് സന്ദർശിക്കുക. അതുപോലെ തന്നെ മൈസൂർ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ അതുമൊക്കെ ഇവിടെ നിന്ന് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കി കാണാം. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മൾ അങ്ങനെ വീണ്ടും സഞ്ചരിച്ച് ദേവരാജ മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്തെത്തി ഒരുപാട് കടകളുണ്ട്. അപ്പോൾ ബിൽഡിങ് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് പണ്ടത്തെ ഒരു ബിൽഡിങ് തന്നെയാണ്. അപ്പോൾ രാജാക്കന്മാർ ഉള്ള സമയത്ത് നിർമ്മിച്ച ബിൽഡിങ് തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ ഈ ലൈനിൽ എടുത്തു പറയേണ്ട ഒരു ഫേമസ് ആയിട്ടൊരു കടയുണ്ട്. അപ്പോൾ ആ ഷോപ്പ് എത്തുന്നുണ്ടോ എന്ന് നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പകൽ സമയങ്ങളിലായിരുന്നു നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റും. നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഫേമസ് ആയിട്ടുള്ളൊരു കട നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ കാണുന്ന കടയാണ്. ചെറിയൊരു കുഞ്ഞു ഷോപ്പാണ്. അവിടെ മൈസൂർ സ്വീറ്റ്സ്, മൈസൂർ പാക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും. ഗുരു സ്വീറ്റ്സ് എന്നാണ് ആ കടയുടെ പേര്. അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. അത്യാവശ്യം നല്ല ഫേമസ് ആണ്. മൈസൂർ രാജാക്കന്മാരുള്ള സമയത്ത് മുതൽ ഈ കട ഇവിടെ ഉണ്ട് എന്നൊക്കെയാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. പക്ഷേ ഞങ്ങളിവിടെ സ്വീറ്റ്സൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ടേസ്റ്റ് ഉണ്ട്. അത്യാവശ്യം പ്രൈസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ സ്വീറ്റ്സൊക്കെ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ട്രൈ ചെയ്യാം. ഇതേ നമ്മൾ ഇരിക്കുന്ന ബസ് പോലത്തെ ഒരു ബസ് ഓപ്പോസിറ്റ് വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ആളൊന്നും ഇല്ലാതെ തോന്നണു. അപ്പോൾ അവർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആളൊന്നും ഇല്ല. അപ്പോൾ അവർ തമ്മിലുള്ള എന്തെങ്കിലും സംഭാഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ബസ്സിലാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓപ്പോസിറ്റ് പോകുന്നുണ്ട്. ഇതിൽ ആളൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ യാത്ര അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 40 മിനിറ്റ് വീഡിയോ നമ്മൾ ഷോർട്ടാക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഷോർട്ടാക്കിയിട്ട് വേണ്ട സ്ഥലങ്ങൾ മാത്രം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ യാത്ര കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ റൂമിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ പോണ വഴി നടന്ന് നമുക്ക് റൂമിലേക്ക് പോകുമ്പോൾ നമുക്ക് ഓട്ടോ കുതിരവണ്ടിയൊന്നും വേണ്ട എന്നും ബേസിലാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പോൾ റോഡിൽ അത്യാവശ്യം തിരക്കൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം ക്ലീൻ സിറ്റി ആയതുകൊണ്ട് നമുക്ക് രാത്രി നടന്ന് എക്സ്പീരിയൻസ് ഒക്കെ എൻജോയ് ചെയ്താൽ വേണ്ടി നമ്മൾ പോകണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.